Hello. Welcome to market discussion of the day. Today, November 24th, 2025. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാ വീക്കിലും നമ്മൾ പറയുന്നത് പോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നോക്കി പോകാം. അതിനുശേഷം നമുക്ക് ടെക്നിക്കൽ സൈഡും എടുത്ത് പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്സ്, കമ്മിങ് ടു എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഈ ആഴ്ചത്തെ നമ്മൾ ന്യൂസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ വരുത്താൻ ചാൻസ് ഉള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്. 2:25 ആ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഡയറക്റ്റ്ലി യൂറോനെ മാത്രം അഫക്റ്റ് ചെയ്യുന്നൊരു ന്യൂസ് കൂടെയാണ്. നാളെ രാവിലെ ജർമ്മനിയിൽ നിന്ന് GDP, യൂറോ സോണിൽ നിന്ന് GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. സോ അതും യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസാണ്. സോ അതും ആ ഒരു സമയത്ത് നമ്മൾ യൂറോയിൽ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നാളെ വൈകുന്നേരം 3 മണിക്ക് UK ടൈമിംഗ് ആണ് ഇതെല്ലാം പറയുന്നത്. സോ നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്ത് എക്കണോമിക് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ, ഇതിപ്പം ഈ ഒരു എക്കണോമിക് കലണ്ടർ നോക്കണം എന്നില്ല, ഫോറക്സ് ഫാക്ടറി പോലത്തുള്ള എക്കണോമിക് കലണ്ടർ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ അതിലും ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ ഏത് സമയത്താണോ ആ സമയം നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിൻ്റെ ടൈം ആയിരിക്കും ഇതിൽ കാണിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, സോ CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് വൈകുന്നേരം 3 മണിക്ക് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണുകയും ചെയ്യുക. ഓക്കെ, അതിനുശേഷം മറ്റന്നാൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. കാരണം അതിൻ്റെ പിറ്റേ ദിവസം, അതായത് വ്യാഴാഴ്ച, ഈ തേഴ്സ്ഡേ എന്ന് പറയുന്നത് US അവധിയാണ്. അതുകൊണ്ടിട്ട് വ്യാഴാഴ്ച വരാനിരിക്കുന്ന ന്യൂസുകളെല്ലാം ബുധനാഴ്ച വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുധനാഴ്ച നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. കാരണം GDP അനൗൺസ്മെൻറ്റിൻ്റെ ന്യൂസ് ഉണ്ട്. ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ഇന്ത്യൻ ടൈമിംഗ് വരുമ്പോൾ. ഓൾമോസ്റ്റ് ഒരു 6 മണിക്ക് ശേഷം ആണ് ഈ പറയുന്ന പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഇവിടുന്ന് 5.5 മണിക്കൂർ മുന്നിലോട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര മണിക്ക് ന്യൂസ് വരും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ 1:30 2:30, 3:30, 4:30, 5:30, 6:30, 7 മണിക്കാണ് GDP അനൗൺസ്മെൻറ്റ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട്. 1:30 തന്നെ സെയിം ടൈമിങ്ങിന് GDP അനൗൺസ്മെൻറ്റും ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡറിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. 1:30 തന്നെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട്. കാരണം ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം നോർമലി വ്യാഴാഴ്ചയാണ് വരുന്നത്. സോ ഈ ആഴ്ച താങ്ക്സ് ഗിവിംഗ് ഡേ ആയതുകൊണ്ടിട്ട് വ്യാഴാഴ്ച നിന്ന് ബുധനാഴ്ചയാണ് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നത് എന്നുള്ളൊരു കാര്യം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, വൈകുന്നേരം 3 മണിക്ക് നമുക്ക് ന്യൂ ഹോം സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. 3:30 മണിക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസും വരുന്നുണ്ട്. സോ ബുധനാഴ്ച മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. ഓക്കെ, വൈകുന്നേരം 7 മണിക്ക് പിന്നെയും ലിഗാർഡിൻ്റെ സ്പീച്ച് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തേഴ്സ്ഡേ നമുക്ക് താങ്ക്സ് ഗിവിംഗ് ഡേ ആണ് US നിന്ന് വരുന്നത്. അപ്പോൾ US മാർക്കറ്റ് അവധിയായിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ സ്ലോ മൂവ്മെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അറിയില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അന്നത്തെ മെയിനായിട്ടുള്ള ന്യൂസുകളെല്ലാം, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെല്ലാം വ്യാഴാഴ്ച തൊട്ട് മാറി US നിന്ന് വരുന്ന ന്യൂസുകളെല്ലാം ബുധനാഴ്ച തൊട്ട് മാറ്റി വെച്ചു എന്നുള്ളൊരു കാര്യം എടുത്ത് ഓർമ്മിച്ച് പോവുക. ഓക്കെ, യൂറോ സോണിൽ നിന്ന് കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്ടേഷൻ ഉണ്ട് വ്യാഴാഴ്ച 10 മണിക്ക്, രാവിലെ 10 മണിക്കാണ് ആ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. പിന്നീട് നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് രാത്രി 11:50 ആ ഒരു ന്യൂസ് വരുന്നത്. ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നത് അതൊരു 5 മണിക്കൊക്കെ ആയിരിക്കും റീറ്റെയിൽ സെയിൽസ് ജപ്പാനിൽ നിന്ന് വരുന്നത്. സോ അത് USD JPY എന്ന് പറയുന്ന കറൻസിയെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. സോ ബുധനാഴ്ച നമ്മൾ USD JPY ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത് അന്നത്തെ ദിവസം തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മൾ വെള്ളിയാഴ്ചത്തേക്ക് വരാൻ നേരത്ത്, വെള്ളിയാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി നമുക്കിതാണ് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. പക്ഷേ എന്താ പറയുക, നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യ-ഉക്രൈൻ വാറിനെ സംബന്ധിച്ച് ഉള്ള കുറേ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതൊരു പീസ് ഡീലിലോട്ട് പോവുകയാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ അപ്ഡേറ്റ്സ് വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഓക്കെ, സോ പീസ് ഡീലിൽ ഒരു പീസ് ഫ്രെയിംവർക്ക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, കുറേ കാര്യങ്ങൾ റഷ്യയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓൾറെഡി വന്നിട്ടുള്ളത്. ഓക്കെ, സോ അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിമാൻഡിങ് ടെറിട്ടോറിയൽ കൺസെഷൻ ബൈ യുക്രൈൻ, അതായത് ഉക്രൈനിൽ റഷ്യ പിടിച്ചു വെച്ച 4 സ്ഥലങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുക്കണം. ഓക്കെ, റഷ്യക്കായിരിക്കും അതിൻ്റെ ഇനി അത് റഷ്യ ആയിരിക്കും അത് എന്താ പറയുക
അതിൻ്റെ അവകാശം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലിമിറ്റിംഗ് യുക്രൈൻസ് മിലിറ്ററി ലിമിറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ബാരിയിങ് നാറ്റോ നാറ്റോയിലുള്ള മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഈ പറയുന്ന പീസ് ഫ്രെയിം വർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം താങ്ക്സ് ഗിവിംഗ് ഡേ ആണ് വ്യാഴാഴ്ച വരാൻ പോകുന്നത് US-ന്. സോ പ്രത്യേകിച്ച് അങ്ങനൊരു താങ്ക്സ് ഗിവിംഗ് ഡേ ആയതുകൊണ്ടിട്ട് തന്നെ ഈ എന്താ പറയുക, റഷ്യ ഉക്രൈൻ വാർ ഒരു പീസ് ഡീലിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് ഉറപ്പായിട്ടും ഡൊണാൾഡ് ട്രംപ് എടുക്കുകയും ചെയ്യും. സോ അതിനുള്ള എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അതിനുള്ള വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം, നമ്മളുടെ ഇന്ത്യൻ ടൈമിംഗ് ആണെങ്കിൽ വൈകുന്നേരം US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുക. അത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുക. പ്രത്യേകിച്ച് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ നേരത്ത് നമ്മളത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ടെന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ ഇവിടുത്തെ ലൈറ്റ് വീണ്ടും ഓഫായി. ഞാൻ ജസ്റ്റ് ഒന്ന് അനങ്ങിയിട്ട്, നമുക്കറിയാം ഇവിടെ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് പോകും നമുക്കറിയാം അല്ലേ. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്, നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ബാച്ച് എന്നാണ് അടുത്ത തിങ്കളാഴ്ച പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചിലോട്ട് ജോയിൻ ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30ക്കും 10:30ക്കുമാണ് ഈ ഒരു പർട്ടിക്കുലർ ബാച്ച് നടക്കുന്നത്. 1 മണിക്കൂറത്തുള്ള ക്ലാസ്സാണ്. സോ എന്താ പറയുക, ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക. ഇന്ത്യൻ ടൈമിംഗ് 7:30ക്കും 10:30ക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ ദിവസവും പറയുന്നത് പോലെ JPYയിലോട്ട് തന്നെ പോകാം. JPY നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 156.73 ഓക്കെ, സോ നമുക്ക് വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് നമുക്ക് 156.27 വരെയൊക്കെയാണ് നമുക്ക് ബോഡി ഫോം ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ ആയിട്ടുള്ളൊരു ക്യാൻഡിലൊക്കെ 156.215 വരെയൊക്കെ ഷാഡോയും ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ 156.740 മാർക്കറ്റ് നിൽക്കുന്നു. സോ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 156 അവിടെ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ 156 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 155.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് പോകേണ്ട ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 156 അടുത്ത് കിട്ടിയാൽ അവിടെ നിന്നുള്ളൊരു ബൈ. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് 1.1500 അവിടെ ബൈ ചെയ്ത് മുന്നോട്ട് പോകണം. ഒരു ക്യാൻഡിൽ പോലും 1.1500 താഴെയായിട്ട് ഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ 1.1500 നല്ലൊരു സപ്പോർട്ടായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അടുത്ത ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. കഴിഞ്ഞ വട്ടം എല്ലാ ആൾക്കാരും ആ ഓപ്പർച്യൂണിറ്റി എടുക്കുകയും മിനിമം ഒരു 100 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുകയും അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയവരുമാണ്. സോ വീണ്ടും സെയിം ഓപ്പർച്യൂണിറ്റി തന്നെ എടുത്ത് പോകാനായിട്ട് യാതൊരു എന്താ പറയുക പ്രശ്നങ്ങളും ഇല്ല ടെക്നിക്കൽ സൈഡിൽ നിന്ന്. പക്ഷേ ഉറപ്പായിട്ടും റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ച എന്തെങ്കിലും ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ അത് കെയർഫുള്ളായിട്ടിരിക്കുക. അങ്ങനെങ്ങാനും എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ യൂറോയുടെ കാര്യം കഷ്ടത്തിലാകും. യൂറോ താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ച് വേണം ലോട്ട് സൈസുകൾ തീരുമാനിക്കാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ചെറിയ ലോട്ട് സൈസ് എടുത്താലും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP 1.30965 നിൽക്കുന്നു. ഓക്കെ, 1.3100 മുകളിലായിട്ട് മാർക്കറ്റ്
സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമേ അവിടുന്ന് ബൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ പറയുന്ന യൂറോപ്പ് സെഷൻ ഓപ്പൺ ആയ ടൈമിങ്ങിലും 1.3100 തൊട്ട് താഴെയായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തരാനായിട്ട് പേടിയുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ GBP അപ് ട്രെൻഡാണ്. നമുക്ക് സേഫായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്ത മാർക്കറ്റ് ക്ലോസിങ്, അതായത് ഏഷ്യൻ ക്ലോസിങ്ങിന് 1.3100 മുകളിലായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നത് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, നമുക്ക് ബേസിക്കലി നമ്മൾ അപ് ട്രെൻഡാണ് GBP, എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യം GBP അപ് ട്രെൻഡാണ്, GBP അപ് ട്രെൻഡാണ്, GBP അപ് ട്രെൻഡാണെന്നുള്ളൊരു കാര്യം പറയാറുണ്ട് അല്ലേ. സോ GBP അപ് ട്രെൻഡ് തന്നെയാണ്. ഒരു കാരണവശാലും നമുക്ക് സെല്ലിലോട്ട് പോകാതിരിക്കുക, ബൈ സൈഡിൽ തന്നെ നിൽക്കുക. അതേപോലെ നല്ല ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.300 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ 1.3030 അല്ലെങ്കിൽ 1.3040 ഒക്കെ അടുത്ത് നിന്ന് ബൈ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3040 അവിടുന്നാണ് നിങ്ങൾ ബൈ ചെയ്യുന്നതെങ്കിൽ 1.2980 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് പോവുകയും ചെയ്യണം. 1.3000 അടുത്താണ് ബൈ ചെയ്യുന്നതെങ്കിൽ 1.2940 താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, നേരെ നമ്മൾ നമ്മുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4053 ഇന്ന് നമുക്ക് ലോ പോയപ്പോൾ പോയത് ഐ മീൻ 4040 4039 റേഞ്ചിലൊക്കെയാണ് ഇന്ന് ലോ പോയത്. ഓക്കെ, സോ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉറപ്പായിട്ടും റഷ്യ ഉക്രൈൻ വാറിൻ്റെ അപ്ഡേറ്റ്സ് ഗോൾഡിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടിട്ട് എൻ്റെ റെക്കമെൻഡേഷൻ ഇന്നത്തെ ദിവസം ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും താങ്ക്സ് ഗിവിംഗ് ഡേ അനുബന്ധിച്ച് ഉറപ്പായിട്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നൊരു ന്യൂസ് ആയിരിക്കും, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ. അതുകൊണ്ടിട്ട് ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇന്ന് പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ മിക്കവാറും ഗോൾഡിൽ നിന്ന് മാറി നിൽക്കാനാണ് പറയുന്നത്. പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് US സെഷനൊക്കെ ആവുന്ന സമയത്ത് 4030 കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല അവിടെ നിന്നുള്ളൊരു ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 4030 അത് കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിനകത്ത് ഡൗട്ട് ഉണ്ടായത് കൊണ്ടിട്ടാണ് അവിടെ നിന്ന് ബൈ ചെയ്യുന്നതിനകത്ത് എനിക്ക് ഡൗട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഗോൾഡിൽ തൽക്കാലത്തേക്ക് മാറി നിൽക്കുക, ഈ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നത് വരെ ഒന്ന് മാറി നിന്ന് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. സോ മാർക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ ദ ന്യൂസ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, സോ എന്തെങ്കിലും വാറിൻ്റെ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് എന്തായി തീരും എന്നുള്ളൊരു കാര്യം നമുക്ക് ആർക്കും അറിയില്ല. ഈവൻ ഡൊണാൾഡ് ട്രംപിന് പോലും അറിയില്ല പുള്ളിക്കാരൻ എന്താണ് വന്ന് പറയാൻ പോകുന്നതെന്ന്. പുള്ളിക്കാരന് പോലും അറിയാത്തൊരു സിറ്റുവേഷൻ ആണല്ലേ, പുള്ളിക്കാരൻ അങ്ങനെയാണ്. സോ അതുകൊണ്ടിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഉള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ 4030 ട്രേഡ് ചെയ്യാം, 4030 ബൈ ചെയ്യാം. സേഫായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുണ്ടെങ്കിൽ 4015 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇല്ലെങ്കിൽ $25 നമ്മളെപ്പോഴും പറയുന്നത് പോലെ $25 to $30 സ്റ്റോപ്പ് ലോസ് വെച്ച് പോയിട്ട് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നതെന്ന്, നല്ല ബ്രോക്കർ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് പറഞ്ഞു പോകുന്നതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഏത് ബ്രോക്കർ നമ്മൾ യൂസ് ചെയ്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അതിൻ്റെ റെഗുലേഷൻസ് തന്നെയാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിൻ്റെ റെഗുലേഷൻ നമ്മൾ നോക്കിയാൽ സോ UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷൻ, UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ റെഗുലേഷൻ, SCAയുടെ റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനും, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷനും ഉള്ള അത്യാവശ്യം നല്ല WikiFX ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓവർ 9 out of 10 റേറ്റിംഗ് ഉള്ള ഒരു ബ്രോക്കറാണ് നമ്മുടെ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യും. STP അക്കൗണ്ട്സും ECN അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വാപ്പ് ഫ്രീ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, സ്വാപ്പ് ഫ്രീ ആകുമ്പോൾ 14 ദിവസത്തേക്ക് എന്താ പറയുക, സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ട്സ്
കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും എന്താ പറയുക സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ള കാര്യം ഇവർ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് ബോണസ് ആണ്. ഓക്കെ, സോ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഇത് ഞാൻ പറയാൻ പോകുന്നത് യൂറോപ്പ് കസ്റ്റമേഴ്സിനാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഡെപ്പോസിറ്റിൻ്റെ ആദ്യത്തെ $1000 100% ബോണസ് അവർ കൊടുക്കുന്നുണ്ട്. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്താലും അതിൻ്റെ 20% ബോണസും അവർ സ്റ്റാർ ട്രേഡർ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ അതായത് $1000 ഇടുന്ന ഒരാൾക്ക് $2000 ട്രേഡ് ചെയ്യാം. ബാക്കി എത്രയാണോ ടോട്ടൽ ഇടുന്നത് അതിൻ്റെ 20% എൻജോയ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്ന ഈ ഡെപ്പോസിറ്റ് ബോണസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്താലും 20% ബോണസ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, ഇന്ത്യൻ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ UAE കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ $500 50% ബോണസ് ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ കൂടെ സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20%, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ 20% അവർ ബോണസ് തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓഫർ വന്നിട്ട് ഡിസംബർ 31, 2025 വരെ ഉള്ളൂ. അതിന് മുന്നേ ആയിട്ട് മാക്സിമം ട്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദുബായ് ക്ലയൻസിന് UAE ക്ലയൻസിനാണെങ്കിൽ പ്രത്യേക ലിങ്കാണ്, അത് നോക്കി എടുക്കുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ കാര്യത്തിനകത്താണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് രജിസ്ട്രേഷൻ്റെ കാര്യത്തിനകത്ത് അത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, അത് മാത്രമല്ല എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും നമുക്കത് സോൾവ് ചെയ്ത് പോവുകയും ചെയ്യാമെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകണം. അത് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ എനിക്കത് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് ഡീൽ ചെയ്ത് പോവുകയും ചെയ്യാമെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ goodbye.